കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വിദ്യാർത്ഥി നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ്. നഞ്ചക്ക് ഉപയോഗിച്ച് തലയ്ക്കടിച്ചതായി പ്രതികളുടെ ഓഡിയോ സന്ദേശത്തിലുണ്ട്. ഏറ്റുമുട്ടലിന് പിന്നാലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്തുവന്നിട്ടുണ്ട്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ട. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ട. താമരശ്ശേരി പോലീസ് മെഡിക്കൽ കോളേജിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഷഹബാസിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഈ മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയ്ക്കും അപ്പുറം ഞെട്ടിക്കുന്നതാണ് ഒരുപക്ഷെ ഈ പുറത്തു വന്ന ചാറ്റുകൾ. അത് അബദ്ധത്തിലൊന്നും സംഭവിച്ചതല്ല, കൂട്ടത്തല്ലിനിടയ്ക്ക് ഒന്നും പറ്റിപ്പോയതല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ കൃത്യമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം തന്നെയാണ്. അതും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരിടത്തു പോലും ഒരു കൂസൽ കാണുന്നില്ല, ഒരു കുറ്റബോധം കാണുന്നില്ല, ഒരു സഹാനുഭൂതി കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. ഈ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്നുമൊക്കെ പോലീസ് എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഈ കുറ്റകൃത്യം സംബന്ധിച്ച് ഈ ഘട്ടത്തിലുള്ള ഒരു രൂപരേഖ എന്താണ് പോലീസിനുള്ളത്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്നത്. താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നു. അതിൽ ഇത്തരത്തിലൊരു മർദ്ദനം, സംഘം ചേർന്നുള്ള മർദ്ദനം, കുട്ടികൾ തമ്മിലുള്ള കൂട്ടത്തല്ല് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഈ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ള, അതായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ ട്രൈസ് എന്ന ട്യൂഷൻ സെന്ററിന് താഴത്തെ നിലയിലാണ്, താഴത്ത് വെച്ചിട്ടാണ് ഈ സംഘർഷം നടക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെയാണ് ഈ 5 വിദ്യാർത്ഥികളിലേക്ക്, ഈ ആക്രമണം നടത്തിയ 5 വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളായി ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ നിന്നും വിദ്യാർത്ഥികളുടെ വോയിസ് ക്ലിപ്പുകളുണ്ട്, ടെക്സ്റ്റ് മെസ്സേജുകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എത്രത്തോളം ഗൂഢാലോചനയോടെയാണ് ഈ ഒരു ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുന്നതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ള ആ ഒരു മെസ്സേജുകൾ. അതാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് ഏറെ ഞെട്ടിക്കുന്നതും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ 5 വിദ്യാർത്ഥികളാണ് ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ഈ ആക്രമണം നടന്ന ആ ഒരു സ്ഥലത്തെത്തി പരിശോധന നടത്തി, അവിടെ എത്തി മൊഴിയെടുത്തു, അവിടെ എത്തി തെളിവ് ശേഖരണം നടത്തി. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ, ഇവയെല്ലാം പോലീസ് പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ നടന്നിട്ടുള്ള കുറ്റകൃത്യമാണ്. കാരണം ഇതിനെ ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു വാക്കുതർക്കം, ആ വാക്കുതർക്കം പിന്നീടൊരു സംഘർഷത്തിൽ കലാശിക്കാനുണ്ടായ കാരണം തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് പരസ്പരം പോർവിളിക്കുന്നു. ഇവർ തമ്മിലുണ്ടായ ഈ ഒരു വാക്കുതർക്കം അത് തല്ലി തീർക്കണം എന്ന രീതിയിലേക്കുള്ള അത്തരമൊരു രീതിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു. അതിനുള്ള കോപ്പുകൂട്ടലുകളെല്ലാം തന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പ് ചാറ്റിലൂടെയാണ് നടക്കുന്നത് എന്നെല്ലാം തന്നെ ആ ഒരു ഡിജിറ്റൽ തെളിവുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളെയും, അവർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇതിൽ ഈ 3 വിദ്യാർത്ഥികൾ, ഈ കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളിൽ 3 വിദ്യാർത്ഥികൾ മുൻപും സമാനമായിട്ടുള്ള രീതിയിൽ ഇതേ സമാനമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സഹപാഠികളെയോ അല്ലെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥികളെയോ മർദ്ദിക്കുകയോ റാഗ് ചെയ്തത് അടക്കമുള്ള കേസുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ഇവർക്കെതിരെ ലഭിച്ചിരുന്നു. സ്കൂൾ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ.
അതോടൊപ്പം തന്നെ ഈ 5 വിദ്യാർത്ഥികളെയും ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസ് വിട്ടയച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. പിന്നീട് ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ വെള്ളിമാട് കുന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഈ 5 വിദ്യാർത്ഥികളെയും 11 മണിയോടുകൂടി ഹാജരാക്കും. തുടർ നടപടികൾ, നിയമ നടപടികൾ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. സൂചിപ്പിച്ചതുപോലെ ഷഹബാസിന്റെ മൃതദേഹം ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ട്രൈസ് എന്നൊരു ട്യൂഷൻ സെന്റർ, ആ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടി നടക്കുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഫെയർവെൽ പാർട്ടി നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ ലഭ്യമാണ്. ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടി, അതായത് സെൻഡ് ഓഫ് ചടങ്ങ് എത്രത്തോളം പ്രൗഢഗംഭീരമായിട്ടാണ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. കാരണം 10 ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷ എഴുതാൻ പോകേണ്ട വിദ്യാർത്ഥികളാണ് DJ പാർട്ടിയിൽ അടക്കം പങ്കെടുത്തുകൊണ്ട് അത്ര വലിയ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ വസ്തുത. നമ്മൾ ഈ ഷഹബാസ് പഠിച്ച MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മാസം 13-ാം തീയതി സ്കൂൾ അടച്ചതാണ്. അവിടുത്തെ സ്കൂളിലെ ഈ സെൻഡ് ഓഫ് പാർട്ടി അടക്കം നേരത്തെ കഴിഞ്ഞിരുന്നു. 13-ാം തീയതിയോടുകൂടി കഴിഞ്ഞിരുന്നു. തുടർന്ന് സ്റ്റഡി ലീവായിരുന്നു. സ്റ്റഡി ലീവിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ ഇത്തരത്തിലൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു സെൻഡ് ഓഫ് പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഈ സെൻഡ് ഓഫ് പാർട്ടികളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ വളരെ താല്പര്യരാണ്. കാരണം ഈ സ്കൂളുകളിൽ നടക്കുന്ന സെൻഡ് ഓഫ് പാർട്ടികളിൽ കളർ ഡ്രസ്സുകൾ ഇടാൻ അനുവദിക്കുന്നില്ല. കാരണം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായതിനാൽ തന്നെ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ കളർ ഡ്രസ്സ് അടക്കം ഇടാൻ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു സ്കൂളിലുണ്ടായിരുന്നത്. അത് മാറി ഇത്തരത്തിൽ ട്യൂഷൻ സെന്ററിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വളരെ വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ആ സ്വാതന്ത്ര്യം അവർ വളരെ നന്നായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ MJ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അടക്കം വരും. അതിനുശേഷം അവർ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. ഈ സ്കൂളുകൾ തമ്മിലുള്ള വൈര്യം ഇതിനു മുൻപും പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലടക്കം ഈ ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോസ് അടക്കം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വൈര്യം ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ്.